മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനായിരുന്ന MG സോമൻ്റെ തിരുവല്ല തിരുമൂലപുരത്തെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. KL 7G7 എന്ന വ്യത്യസ്തമായ നമ്പറുള്ള കാർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മയായി ഇവരിവിടെ സൂക്ഷിക്കുന്നുണ്ട്. നമ്മളൊരു ആരാധന അദ്ദേഹത്തിൻ്റെ എൻ്റെ അടുത്ത് എൻ്റെ വീടും ബാല്യകാലം മുതൽ അദ്ദേഹത്തെ കണ്ടു ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കൈയും കാലും കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഡ്രൈവറായിട്ട് ഒരു ഭാഗ്യം കിട്ടി. ആൾ പാവം, ചൂടാകും, അതുപോലെ തന്നെ ലോഹ്യം പറയും. സ്വന്തം എപ്പോൾ നാട്ടിൽ വന്നാലും അമ്പലത്തിൽ പോകും. അത് ഈ വണ്ടിയായിരുന്നു. നമസ്കാരം. മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനായിരുന്ന MG സോമൻ്റെ തിരുവല്ല തിരുമൂലപുരത്തെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും മക്കൾ നമ്മളോട് പറഞ്ഞു തരികയാണ്. അതിനിടയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു പഴയ മാരുതി കാറാണ്. KL 7G7 എന്ന വ്യത്യസ്തമായ നമ്പറുള്ള കാർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മയായി ഇവരിവിടെ സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്ന് ഒപ്പം സഹയാത്രികൻ, അതായത് ഡ്രൈവറായിരുന്ന സാരഥിയായിരുന്ന ബാബു ചേട്ടനും നമുക്കൊപ്പമുണ്ട്. ചേട്ടാ, അന്ന് നിങ്ങൾ യാത്ര ചെയ്ത വാഹനമാണിതല്ലേ? അതെ, ആദ്യം അംബാസഡർ ആയിരുന്നു. ഇപ്പോൾ അന്ന് രണ്ട് അംബാസഡർ ഉണ്ട്. ഒന്ന് ലൊക്കേഷൻ ഓടാനും ഒന്ന് ഇതാണ്. TS 9339 ഒരു വണ്ടി, TMV 1788 ഒരു വണ്ടി. അത് രണ്ട് വണ്ടി. പിന്നീട് ഇതെടുത്തത്. ഇത് 93 ലാസ്റ്റ് എടുത്ത G7. എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളൊക്കെ? ആണല്ലോ, സിനിമയുടെ കൂടെയുള്ള യാത്രയല്ലേ. ആരാധകർ ഒത്തിരി കാണുമ്പോൾ നമ്മളൊരു ആരാധന അദ്ദേഹത്തിൻ്റെ. എൻ്റെ അടുത്ത് എൻ്റെ വീടും ബാല്യകാലം മുതൽ അദ്ദേഹത്തെ കണ്ടു ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കൈയും കാലും കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഡ്രൈവറായിട്ട് ഒരു ഭാഗ്യം കിട്ടി. എങ്ങനെയാണ് ലൊക്കേഷനൊക്കെ ചെല്ലുമ്പോൾ സിനിമാ നിർമ്മാണയൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം. അവർക്ക് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പുതുമ. അന്ന് എനിക്ക് 22 വയസ്സുള്ളപ്പോൾ കൂടിയതാണ്. ഇപ്പോൾ 57 വയസ്സാകുന്നു. അപ്പോൾ അതിൻ്റെ അന്ന് കാണുമ്പോൾ നമ്മളും പയ്യനല്ലേ. ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ആഹ്ലാദമൊക്കെ ആയിരുന്നു. ഈ MG സോമൻ എങ്ങനെയാണ് ജീവിതത്തിൽ നിങ്ങളോടൊക്കെ വലിയ കർക്കശക്കാരനായിരുന്നു? മുൻകോപിയാണ്. ആൾ പാവം, ചൂടാകും, അതുപോലെ തന്നെ ലോഹ്യം പറയും. വണ്ടി ഓടിക്കുന്ന ഓടി പോകുന്ന കട്ടറി ചാടിയാട്ടോ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. പിന്നെ കുറേ ആളെ ഞാൻ ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ട്. ഈ കേരളത്തിന് വെളിയിലൊക്കെ സ്ഥലങ്ങൾ, ചെന്നൈയിൽ, മഹാറാണി, കോഴിക്കോട് ഹോട്ടല്, പിന്നെ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഊട്ടി. ഇവിടെയൊക്കെ പിള്ളേരൊക്കെ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ 15-20 ദിവസമോളം അവിടെ താമസിച്ചാണ്. ഇപ്പം നമ്മുടെ സിന്ധുമോളും സജീവനും എല്ലാവരും ഉണ്ട് അവിടെ. നമ്മളും ആ സമയത്ത് ആദ്യം ഊട്ടി കാണുന്നത്. ഇപ്പോഴും ചേട്ടൻ ഇവിടെ തന്നെ ജോലി ഉണ്ടല്ലോ ഇവിടെ? ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഭദ്രാക്കറിപ്പോട്ട് നമ്മുടെ വാനയിലായിരുന്നു സെയിൽസ് വാനും. ഞാനും അത് സെയിലിന് പോകും. സംസ്ഥാന ബാങ്ക് വണ്ടിയിലായിരുന്നു. ഇപ്പോൾ പിന്നെ ഇപ്പോൾ അത്യാവശ്യം പ്രൈവറ്റ് ഓട്ടം വല്ലതും ഉണ്ട്, വിളിക്കും, അങ്ങനെ പോകുന്നു. അന്നത്തെ കാലത്ത് ഏത് വണ്ടിയായിരുന്നു? ഈ വണ്ടി തന്നെയാണ്? അല്ലല്ല, TMV 1788 അംബാസഡർ കാറാണ്. നല്ല ലോങ് ഓട്ടമാണ്. എത്രാമത്തെ വയസ്സിലാണ് ചേട്ടനോട് ജോലിക്ക് വന്നത്? ഞാൻ 22 വയസ്സ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ വണ്ടി? എങ്ങനെയുണ്ട് ഇപ്പം? ഈ വണ്ടി കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ടിരിക്കുക. അങ്ങനെ ലോൺ പോകുന്നില്ല, ടെസ്റ്റ് ചെയ്യുക, വീട്ടിൽ കയറ്റിയിട്ടിരിക്കുക. അങ്ങനെ ദൂരം ഒന്നും പോകില്ല. സർവീസുകളും എന്തോ അത്യാവശ്യം സർവീസുകളും. അതെ, ഇവിടെ തിരുവല്ല പോവും. സോമസാറിന്റെ ഓർമ്മയ്ക്ക് മോൻ എടുത്തിട്ടിരിക്കുന്നു. അദ്ദേഹം ഈ വാഹനം കൊണ്ട് പോകുമായിരുന്നു ഇവിടെയൊക്കെ? അദ്ദേഹം ഇവിടെ കദളിയമ്പലം, തിരുവല്ലാമ്പലം എല്ലാം അമ്പലവാസിയായിരുന്നു. സോമസാർ എപ്പോൾ നാട്ടിൽ വന്നാലും അമ്പലത്തിൽ പോകും. അത് ഈ വണ്ടിയായിരുന്നു. കദളിയമ്പലം, ശ്രീബല്ലവ ക്ഷേത്രം, നമ്മുടെ തിരുമല മുരുകൻ്റെ അമ്പലം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും ചേട്ടനും നല്ല വൃത്തിയാക്കി കൊണ്ടുനടക്കുകയാണ്. തീർച്ചയായും അത് കൊണ്ടുനടക്കുന്നത് എനിക്ക് വീടായിട്ടുള്ള ബന്ധം അത്രയും വർഷമായിട്ട് എനിക്ക് നല്ലൊരു സാധ്യതയുണ്ട്. ആ രീതിയിൽ ഞാനും നിൽക്കുന്നുണ്ട്. ഈ പ്രത്യേകത നമ്പറിന് എന്താണ് പ്രത്യേകത? നമ്പർ എന്ന് പറഞ്ഞാൽ 3ഉം 7ആണ്. 7ാമത്തെ അക്ഷരമാണ് G. MG സോമൻ എന്നുള്ള G. പിന്നെ എറണാകുളം സെലക്ട് ചെയ്തത് അദ്ദേഹം സെലക്ട് ചെയ്ത നമ്പരാണിത്. ആ നമ്പറിനോട് 7 നമ്പറിനോട് പുള്ളി താല്പര്യം. മേലെ കൂടുതൽ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത്. ആ സമയത്ത് അവിടെ സ്ഥലമുണ്ട്. അവിടെ ഒരു അമൃത ഹോസ്പിറ്റൽ അപ്പുറം. അന്ന് ഹോസ്പിറ്റൽ വന്നിട്ടില്ല. അവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അഡ്രസ്സിൽ വെച്ചിട്ട് അവിടെ നിന്ന് എടുത്താണ്. ഇഷ്ടംപോലെ കമ്പനി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ കൂടുതലും കുന്നംകുളം, ഇവിടെ എറണാകുളം സൈഡൊക്കെ ഉണ്ട്. എടുത്താണ്. കൂടുതൽ സമയം യാത്രയായിരിക്കുമോ? എപ്പോഴും കൂടുതൽ യാത്രയാണ്. മിക്കവാറും വെളുപ്പാങ്കാലത്താണ്. വെളുപ്പിനെ 4 മണി 5 മണിക്കൊക്കെ ഇറങ്ങും. കോഴിക്കോടൊക്കെ അങ്ങനെ 4 മണി 5 മണിക്കൊക്കെ ഇവിടെ ഇറങ്ങും. പിന്നെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരാ. ഷൂട്ട് ലൊക്കേഷനിൽ ഉള്ള സമയത്ത് ചേട്ടന് വിശ്രമിക്കാം. കൂടുതലും വാഹനത്തെ തന്നെ. അന്ന് നമുക്ക് അതുപോലെ റൂമും സംഭവം സൗകര്യം വാഹനത്തെ തന്നെ റെസ്റ്റ് ചെയ്യും. പിന്നെ അല്ലാതെ പോണ ഇങ്ങോട്ടുള്ള റിട്ടേൺ പൈസ നമ്മൾ പോരുകയും ചെയ്യും. സിനിമയിലൊന്നും അഭിനയിക്കാൻ നോക്കിയില്ല? ഇല്ല. പറഞ്ഞിട്ടില്ലേ? ഇല്ലില്ല, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കാര്യമൊന്നും ഇല്ല. പറഞ്ഞ ജോലി നല്ല നന്ന് നമുക്ക് കൂടുതലെന്ന് പറഞ്ഞാൽ ഇവരെ കണ്ട് ആശ്വസിക്കുക എന്നുള്ളതാണ്. നടീനടന്മാരെ കാണുക. അല്ലെ ഇങ്ങനെ മനസ്സിൽ പോലും ഇല്ല.
പറ്റുന്ന പരിപാടി ചെയ്താൽ വലിയ തിരക്കിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വലിയ സിനിമയുടെ ഒക്കെ ഈ റിലീസൊക്കെ ആകുന്ന സമയത്ത് ചേട്ടന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ തരുമായിരുന്നു ഈ ടിപ്പോ? തരും. സാറ് ഈ കാബൂളിവാല സിനിമ അഭിനയിക്കുന്നത് കുന്നുംകുളത്താണ് സാറ്. ഒരു സാറിൻ്റെ ഒരു സുഹൃത്തിന് വിടും. അപ്പം ആ സിനിമയുടെ ഫസ്റ്റ് കളക്ഷൻ എന്നെ അറിയാം, എന്നെ തൃശ്ശൂർ തിയേറ്ററിൽ വിടുന്നത്. തിയേറ്ററിൽ വന്നിട്ട് ഞാൻ പിന്നെ സാറ് കൊള്ളാം, നല്ലതായിട്ട് ഓടുന്നുണ്ട്, കന്നാസും നന്നായിട്ടുണ്ട്, സംസ്ഥാനത്ത് നീ ആദ്യം ഒന്ന് കണ്ടു നോക്ക് പടം എങ്ങനെയുണ്ട്, അങ്ങനെ പൈസ അങ്ങനെ അങ്ങനെ ഒരു രസകരമായ സംഭവം ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഹാപ്പിയാണ്, ഞാനും പയ്യനല്ലേ, ഞാൻ ലാവിഷ്ടായിട്ട് ഒന്ന് കണ്ടു. സിനിമ നല്ല, എനിക്കും അന്നേരം നല്ല പാട്ടും കന്നാസും കഥാപാത്രമൊക്കെ ഉണ്ടായിരുന്നു. സോമചേട്ടൻ്റെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ചേട്ടൻ്റെ മനസ്സിൽ? ഞാൻ ഡ്രൈവർ ആകുന്നതിന് മുമ്പ് ഒരു പടമുണ്ട്, സായുജ്യം. അതൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. പിന്നെ യക്ഷിപ്പാറു, സായുജ്യം, നീയോ ഞാനോ, ഒത്തിരി പടമുണ്ട് ആ സമയത്തുള്ളത്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാറിൻ്റെ യക്ഷിപ്പാറും സായുജ്യവും യക്ഷിപ്പാറും. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് 3 കുട്ടികൾ, അമ്മയച്ഛനും മറ്റ് ഭാര്യയുണ്ട്, മോള് ടീച്ചറാണ്, ഒരു മോന് ഓട്ടോ എഞ്ചിനീയറിംഗ് ബഡ്ജറ്റ് ജോലി, ഒരുത്തന് ഇപ്പോൾ ഒരു 5 മാസമായി ഷാർജയിൽ പോയിരിക്കുന്നു. ഒരു വലിയൊരു നായക നടനൊപ്പം ജോലി ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ അദ്ദേഹം ചേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ നൽകിയിട്ടുണ്ട്. എനിക്കിപ്പം സൈസ് തോമസ് സാറായാലും മോളൊക്കെ ആയാലും ഇപ്പം അത്രയും സാമ്പത്തികം അവരങ്ങോട്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു. അല്ലാതെ അന്ന് സാറിന് തന്നെ ഒത്തിരി ഇത്ര വലിയ എമൗണ്ട് ഒന്നും ഇല്ല, അന്നൊരു സിനിമയിൽ വരുവാനായിട്ടുണ്ട്. അന്നും പറ്റുന്ന രീതിയിലൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് തീഷ്ണതയേറിയ ഒട്ടേറെ കഥാപാത്രങ്ങളെ നൽകിയ 1970, 80 കാലഘട്ടങ്ങളിൽ യുവതീ-യുവാക്കളുടെ ഹരമായിരുന്ന സൂപ്പർ ഹീറോയായിരുന്ന MG സോമൻ്റെ ഓർമ്മകൾ ഇന്നും ഈ വീട്ടുമുറ്റത്തുണ്ട്. അദ്ദേഹം അക്കാലത്ത് സഞ്ചരിച്ച വാഹനവും പടക്കുതിരയായി ഇപ്പോഴും മക്കൾ സൂക്ഷിക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിനൊപ്പം ഡ്രൈവറായിരുന്ന ബാബു ചേട്ടനും. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, തിരുവല്ല.